ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില രഹസ്യ പാപങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട്. കൃത്യമായി ഈ രഹസ്യ പാപങ്ങളെ നമ്മൾ മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ ദൈവകൃപയാൽ ജയിച്ച് മുൻപോട്ട് പോകണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കർത്താവിനോടുള്ള ആ ഒരു കൂട്ടായ്മ ബന്ധം നിലനിർത്താനായിട്ട് കഴിയത്തില്ല. 6 രഹസ്യ പാപങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഇത് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന 6 പാപങ്ങളാണ്. മദ്യപാനം, വെറിക്കൂത്ത്, ദുഷ്കാമം, ശയനമോഹം, അസൂയ, പിണക്കം. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്. നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6 കാര്യങ്ങൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശയനമോഹങ്ങളെക്കുറിച്ചും ദുഷ്കാമ പ്രവൃത്തികളെക്കുറിച്ചുമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രഹസ്യ പാപങ്ങൾ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് മോശ 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 90-ാം സങ്കീർത്തനം നമ്മളിൽ പല ആളുകൾക്കും ഭയമാണ് വായിക്കാൻ. കാരണം ഏറ്റവും കൂടുതൽ ഈ മരണവീട്ടിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 90-ാം സങ്കീർത്തനം. ഡെഡ് ബോഡി എടുക്കുമ്പോഴും പിന്നെ ഈ ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പും ഒക്കെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സങ്കീർത്തനമാണ് 90. അതുകൊണ്ട് ഈ ചിലർ ഈ പേടിച്ചിട്ട് 90 വായിക്കില്ല. ചിലരുടെ വിചാരം ഇത് മരണവീട്ടിലേക്ക് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. സത്യത്തിൽ മോശ ഈ ഒരു സങ്കീർത്തനം വളരെ ഭീകരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നത് മരണവീട്ടിൽ വായിച്ച് പേടിച്ചു പോകാനുള്ളതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ പിറുപിറുപ്പ് കൊണ്ടും അവിശ്വാസം കൊണ്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരം മരുഭൂമിയിൽ വീണപ്പോൾ യോശുവയും കാലേബും മാത്രം ശേഷിച്ചു. ഇത് കണ്ട് ഭയത്തോടെ ആ ഒരു പശ്ചാത്തലത്തിൽ മോശ എഴുതുന്ന സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. അതിൻ്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ ദൈവമേ അങ്ങയുടെ മുഖപ്രകാശത്തിൽ ഇരിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിലെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ കാണുന്ന 6 തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ചാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് പ്രസംഗിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ചർച്ചുകളിൽ, കൂട്ടായ്മകളിൽ പ്രസംഗിക്കപ്പെടുന്നത് പാപത്തെക്കുറിച്ചാണ്. പിശാചിനെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങളുണ്ട്, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ക്രിസ്തു വിശ്വാസി പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാകണം. പ്രത്യേകിച്ച് തലമുറകളെ നമ്മളിത് പഠിപ്പിക്കണം. കാരണം പാപം നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകുന്നുവെങ്കിൽ, പാപത്തെ തിരിച്ചറിയാൻ കഴിയാതെ, അതിനെ ജയിക്കാൻ കഴിയാതെ നമ്മൾ അത് ജീവിതത്തിൽ തുടർന്നു പോകുന്നുവെങ്കിൽ ഒരിക്കലും ആ വ്യക്തി രക്ഷപ്പെടത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ദൈവം പാപത്തെ വെറുക്കുന്നു, പാപത്തിനെതിരാണ്. എന്നാൽ അവിടുന്ന് പാപികളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തിൽ തുടരുക എന്നുള്ളതല്ല, പാപത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ടല്ല, അതിനു മുമ്പ് കണ്ണുകളിലൂടെയുള്ള പാപം, ഒരുപാട് പാപത്തെക്കുറിച്ചുള്ള മെസ്സേജുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒത്തിരി പേര് കേട്ട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഒക്കെ പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുവരുന്നുവെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നും ഈ ഒരു സന്ദേശം, പ്രത്യേകിച്ച് ശയനമോഹം, ദുഷ്കാമം. എന്താണ് ഈ ശയനമോഹം? ഈ ഉറങ്ങുന്ന സമയത്ത് വരുന്ന പാപം വല്ലതും ആണോ പാസ്റ്ററെ എന്നൊക്കെ ചിലർ ചോദിക്കും. ഈ ലൈംഗിക സ്വപ്നങ്ങളെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇത്. പക്ഷേ ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ തുടരാനും, അത് തുടർന്നാൽ ഒരിക്കലും പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ ആ വ്യക്തിക്ക് ജയിച്ച് മുന്നോട്ട് പോകുവാനുമായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള പാപങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 14 വരെയുള്ള ഒരു ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ 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 എന്നാണ് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ചില ആൾക്കാർ പാപത്തെക്കുറിച്ച് പ്രസംഗം കേൾക്കുമ്പം അല്ലേ ആ ഒരു മെസ്സേജുകളിലേക്ക് വരുമ്പം അവർ ചിന്തിക്കുന്നത് ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് ലോകമനുഷ്യനുള്ളതാണ്. പക്ഷേ റോമാലേഖനം 13-ാം അധ്യായം മുഴുവനും റോമിലെ വിശ്വാസികളോട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം, നിങ്ങൾക്ക് ശയനമോഹം ഉണ്ടാകരുത്, നിങ്ങളിത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയരെ, അവർക്ക് മാത്രമല്ല, ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് വർഷങ്ങൾ ദൈവകൃപയിൽ നിലനിന്നു പോകുന്ന ആളുകളായവർക്കു പോലും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സന്ദേശമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആഴമായ ചിന്തകളിലേക്ക് കർത്താവ് തന്നെ നമുക്കിത് വെളിപ്പെടുത്തി തരട്ടെ. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ മുൻകാലങ്ങളിലെ പാപങ്ങൾ ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ അവിടുന്ന് അത് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ എല്ലാം എറിഞ്ഞു കളയുന്നുണ്ട്. എന്നാൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. നിത്യജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പാപത്തിൻ്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ തുറന്നു കൊടുക്കുന്ന വാതിലുകൾ പലതും പാപം നമ്മിലേക്ക് പ്രവേശിക്കുവാനും നമ്മളറിയാതെ ആത്മിക കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിച്ചു കളയാനും വളരെ സാധ്യത കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വായിച്ച ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ പകൽ അടുക്കാറായി, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മുടെ അരികിലായി. അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ ലോക സംഭവങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ആഗോളപരമായ ഒരു വലിയ സാമ്പത്തിക അസ്ഥിരതയാണ്. അത് ബൈബിൾ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. അത് കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുകയാണ്, ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയാലും നമ്മൾ ദൈവം മുമ്പിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മളെ കരുതാനും നമ്മളെ പുലർത്താനുമൊക്കെ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നമ്മളെ നടത്താൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയത്ത് വരെ ഒന്ന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ കാറിന് 1000 രൂപ പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് പത്തനംതിട്ട എത്താറായപ്പോഴത്തേക്ക് ഈ പെട്രോൾ ഏകദേശം തീർന്നു. കോട്ടയത്തിനപ്പുറത്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഇപ്പം വണ്ടിക്കകത്തും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ദൈവമേ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഒരു അനുഭവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ലെങ്കിലും പോകാം, പെട്ടെന്ന് മെസ്സേജിലേക്ക് പോകാം. ദൈവാത്മാവ് ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ്, വിവാഹത്തിനൊക്കെ മുമ്പ് സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ 2 വീലറിൽ പെട്രോൾ അടിച്ച് ആ പ്രാർത്ഥനകൾക്കെല്ലാം പോകും. ഒരു ദിവസം ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ മനസ്സിൽ ചിന്തിച്ച്, ദൈവമേ പൈസ എല്ലാം പ്രാർത്ഥനയ്ക്ക് പോകാൻ പെട്രോൾ അടിച്ച് കളയുക, പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? അവിടെ ചെന്നിരുന്നപ്പം മീറ്റിങ്ങിനിടയിൽ ഒരു ദൈവദാസം വന്ന് തലേ കൈവച്ചിട്ട് പറഞ്ഞു, നീ ചെലവുകളെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ നീ വിഷമിക്കണ്ട, നിൻ്റെ വണ്ടിക്കകത്ത് ഒരിക്കലും പെട്രോൾ ഇല്ലാതെ വരത്തില്ല, ദൈവം അതിനെ അനുവദിക്കത്തില്ലെന്ന്. അപ്പം ഇത് എന്നെ പറഞ്ഞ് എൻ്റെ വൈഫ് ഒന്ന് ബലപ്പെടുത്തിയതാണ്. അപ്പം സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യരെല്ലാം ഭയങ്കര ടെൻഷനിലാണ്, ജീവിത ചെലവുകൾ കൂടുന്നു. അപ്പം ഞാൻ വലിച്ചു നീട്ടുകയല്ല. ഓക്കെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം ഇത് ശരിക്കും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ, വാതുക്കൽ ആയിരിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഇരുളിൻ്റെ ആയുധം, ഇരുളിൻ്റെ പ്രവർത്തികളെ നിങ്ങൾ ഉപേക്ഷിക്കുക, വെച്ച് കളയുക, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം, ശരിക്കും പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ കൂടെ ചേർത്താണ് പറയുന്നത്. നാം, അതായത് പറയുന്ന അദ്ദേഹം വിശുദ്ധനാണെന്നും കേൾക്കുന്നവർ പാപികളാണെന്നുമുള്ള ഒരർത്ഥത്തിലല്ല. പ്രിയപ്പെട്ടവരെ, അതേ ഭാഷാ ശൈലി തന്നെ ഞാനും ഉപയോഗിക്കുകയാണ്. നാം, അതായത് ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ആത്മിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നിൽ പോലും ഇരുളിൻ്റെ പ്രവർത്തികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്.
അതുകൊണ്ടാണ് തൊട്ട് പിന്നിലുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ് സമയത്തെ അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുകയാണ്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ ഉറക്കത്തിലേക്ക് പോകാറുണ്ട്, വിശ്വാസികൾ ഉറക്കത്തിലേക്ക് പോകാറുണ്ട്. കർത്താവിൻ്റെ വരവിന് മുന്നോടിയായിട്ട് പോലും ഉള്ള ഒരു ലക്ഷണമാണ് ആത്മീകമായ ഉറക്കം. ഈ ആത്മീക ഉറക്കത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പല സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പല സാഹചര്യങ്ങളിൽ പലരും ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ഏലിയാവിനെ ഇസബേലിൻ്റെ വെല്ലുവിളിയാണ് ഉറക്കത്തിലേക്ക് നയിച്ചത്. പ്രവാചകനായ യോനായെ അനുസരണക്കേടാണ് ഉറക്കത്തിലേക്ക് നയിച്ചത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ ശോഭിക്കും അല്ലെങ്കിൽ പ്രകാശിക്കും. അപ്പം ഉറങ്ങുന്നവൻ സത്യത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്നു വരണം. എനിക്ക് തോന്നുന്നത് ഈ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഏറ്റവും ചേർത്ത് വായിക്കേണ്ടുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലാണ്. അവിടെയും ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുക. ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കിയാണ് ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം ഒരിക്കലും ഒരു വിടുതലിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ ഒന്നും സന്ദേശമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആന്തരികമായൊരു രൂപാന്തരത്തിലേക്ക് വന്നാൽ നമുക്ക് കർത്താവിൻ്റെ കൃപ നിരന്തരമായി അനുഭവിക്കുവാനും ആ കൂട്ടായ്മയിൽ നടക്കുവാനും ദൈവം നമുക്ക് വെച്ചിട്ടുള്ള സകല ദൈവാനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ പല സമയങ്ങളിലും പാപം നമ്മളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയാണ്. നമ്മൾ തുറന്നു കൊടുക്കുന്ന പാപത്തിൻ്റെ വാതിലുകൾ നമ്മളറിയാതെ നമ്മളെ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ശയനമോഹങ്ങളെക്കുറിച്ചാണ്. കാരണം 13-ാം അധ്യായത്തിൻ്റെ 13 വരുമ്പോൾ എല്ലാ വിശ്വാസികളും, ഓരോ ക്രിസ്തു ശിഷ്യനും മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ചിടേണ്ട കാര്യങ്ങളാണ് ഈ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. പല സമയത്ത് നമ്മളിത് പുറമേ ഉള്ളവർക്ക് ആവശ്യമാണെന്നൊക്കെയുള്ള ധാരണയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല. 6 തരത്തിലുള്ള പാപങ്ങൾ. എന്താണ് ഈ 6 തരത്തിലുള്ള പാപങ്ങൾ? 1 വെറിക്കൂത്ത്, 2 മദ്യപാനം. ഞാൻ ഈ പാപങ്ങളെ 2 ഇങ്ങനെ രണ്ട് വീതമുള്ള 3 സെറ്റായിട്ട് അങ്ങ് മാറ്റുകയാണ്. 2 വീതമുള്ള 3 സെറ്റ്. ഒന്നാമത്തേത് മദ്യപാനം, വെറുക്കൂത്ത്, അതൊരു സെറ്റ്. രണ്ടാമത്തേത് ശയനമോഹം, ദുഷ്കാമം, അതൊരു സെറ്റ്. അടുത്തത് അസൂയ, പിണക്കം, ഇതൊരു കാറ്റഗറി. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് തിരിച്ചു പഠിക്കാം. മദ്യപാനം, വെറിക്കൂത്ത്. ഞാൻ ഈ വെറിക്കൂത്തിനെ കുറിച്ച് പല ട്രാൻസ്ലേഷൻസ് ഞാനെടുത്ത് വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റഡായിട്ട് തോന്നിയ, എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു പദം, ചിന്തിപ്പിച്ച ഒരു പദം വെറിക്കൂത്ത് എന്നുള്ളതിന് വൈൽഡ് പാർട്ടി എന്നുള്ളതാണ്. വൈൽഡ് പാർട്ടി. അതായത് ഇത് ശരിക്കും ചെറുപ്പക്കാരെ, ദൈവസഭകളെ ഒക്കെ ഗൗരവമായിട്ട് പഠിപ്പിക്കണം. നമ്മൾ ഈ ന്യൂ ഇയർ സമയങ്ങളിൽ, ആഘോഷവേളകളിലൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ണു തുറന്നു നോക്കിയാൽ ലഹരിക്ക് അടിമകളായ ആൺകുട്ടികളും പെൺകുട്ടികളും പബ്ബുകളിലും ഡാൻസ് ബാറുകളിലുമൊക്കെ പോയി സുബോധം നഷ്ടപ്പെട്ട് അർത്ഥനഗ്നരായി തെരുവുകളിൽ കിടന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. വേദനയോടെ പറയാം, നമ്മുടെ ഇടയിലും ഇത് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ, 1 പരിശുദ്ധാത്മാവിനെ അത് വേദനിപ്പിക്കുകയും നമ്മിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. 2 പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള വാതിലുകൾ നമ്മളവിടെ തുറക്കുകയാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അതിൻ്റെ അകത്തുനിന്നുണ്ട്. കാരണം വൺസ് നമ്മൾ ഈ വെറുക്കൂത്തുകളിൽ പെട്ടാൽ, അതായത് ഒരു ദൈവപൈതൽ ദൈവകൃപ വിട്ട് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ചെറുപ്പക്കാർ പോയി ഈ പബ്ബുകളിൽ, ഡാൻസ് ബാറുകളിൽ ഒക്കെ അവർ പെട്ട് ആ ഒരു നിലയിലേക്ക് അവർ പോയാൽ സംഭവിക്കുന്നത്, പിശാചിന് ആ വ്യക്തിയിലേക്ക് കയറി വരാനുള്ള ഒരു ഡോറ് അവൻ തന്നെ തുറന്നു കൊടുക്കുകയാണ്.
പിന്നീട് അവൻ മാനസാന്തരത്തിലേക്ക് വന്നാൽ പോലും ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായൊരു മുക്തി നേടണമെങ്കിൽ ഒരു ശക്തമായ ഒരു ആത്മീക പോരാട്ടവും ഒരുപാട് കണ്ണുനീരും പ്രാർത്ഥനകളും ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് ദയവായിട്ട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം, തലമുറകളെ ഇത് പഠിപ്പിക്കണം. മദ്യപാനം, വെറുക്കൂത്ത്, ഇത് രണ്ടും സമാസമം ചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു തരത്തിലുള്ള സാഹചര്യത്തിലും ഒരു ക്രിസ്തു വിശ്വാസി പോകരുത്. അതിൻ്റെ അർത്ഥം സന്തോഷം വേണ്ട എന്നല്ല, യാത്ര പോകണ്ട എന്നല്ല. ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുക. യാത്ര പോകുന്നത് കൊണ്ടോ ഒരു രാജ്യം കാണാൻ പോകുന്നതുകൊണ്ടോ ട്രിപ്പ് പോകുന്നതുകൊണ്ടോ ഒന്നും തെറ്റാണെന്നല്ല, അതിനെയൊന്നും ദൈവവചനം വിലക്കുന്നില്ല. പക്ഷെ അതിനെല്ലാം ദൈവം വെച്ചിട്ടുള്ള അതിരുകളുണ്ട്. ആവശ്യമില്ലാത്ത ആത്മീക അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ തുടർന്നാൽ നമുക്കൊരിക്കലും ദൈവകൃപയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലേക്ക്, ഇപ്പം മദ്യപാനത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തേത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം, ശയനമോഹം, ദുഷ്കാമം. എന്താണ് ശയനമോഹം? ശയിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഉറങ്ങുമ്പോൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള ആഗ്രഹമാണോ? ഈ പ്രവൃത്തികളെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും, ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും, ആരാധനാ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴും, ദൈവവചനം കേൾക്കുമ്പോഴും പാപത്തിൻ്റെ ചിന്തകൾ നമ്മിൽ ശക്തമായി ഉണ്ടാകാറില്ല. ഈ പാപം എപ്പോഴാണ് അതിൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത്? പറയാം. ശയനമോഹം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ. ഈ ഡിബൗച്ചറി എന്ന് പറയുന്ന ഒരു പദമാണ്. മറ്റേത് സെൻഷ്വാലിറ്റിയാണ്. അതായത് പറഞ്ഞുതരാം, അലസത ആണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം. അലസത. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ ഞാനീ പറഞ്ഞ 13-ാമത്തെ വാക്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അതായത് ജഡത്തെ, ജഡീകമായ ചിന്തകളെ പിടിച്ചടക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ദാവീദ് ബേർഷേബയെ മോഹിക്കാൻ, ഭാര്യയായിട്ട് എടുക്കാനുള്ള ഒരു കാരണം ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലാണ്. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ഈ രാജധാനിയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ ദാവീദ്. എന്തിനാണ് പിറ്റേ ആണ്ടിൽ യുദ്ധത്തിന് പോകുന്നു എന്ന് പറയുന്നത്? തലേയാണ്ടിൽ യുദ്ധത്തിന് പോയപ്പോൾ ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ തൻ്റെ സഹോദരങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവരും തൻ്റെ സൈനികരുമെല്ലാം യുദ്ധമുഖത്ത് ഗൗരവത്തോടെ ഈ രബ്ബയൊക്കെ പിടിച്ചടക്കാനായിട്ട് നിരോധിച്ചുകൊണ്ട് ഒക്കെ പോകുന്ന സമയങ്ങളിൽ ഒന്ന് വിശ്രമിക്കാൻ, ഒരല്പം ആലസ്യത്തിൽ ദൈവഭക്തൻ ഒരു വിശ്രമത്തിൻ്റെ സമയം കണ്ടെത്തിയപ്പോഴാണ് തന്നിലെ പാപ സ്വഭാവം തന്നിൽ തലപൊക്കിയത്. ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ, ഇതൊരു ആത്മിക ശുശ്രൂഷയാണ്. ഒത്തിരി ആളുകൾ പല മേഖലകളിലാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. ഈ പാപത്തെക്കുറിച്ച് പഠിക്കുമ്പം ഓരോരുത്തരിലും ഓരോന്നാണ്. ഇപ്പം ചിലർ നിരന്തരമായി പോർണോഗ്രഫിക്കൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ആത്മീക ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ പോലുമുണ്ട്. പോകട്ടെ. അപ്പം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. ഓരോ മേഖലകളിൽ പിശാചിനും നന്നായിട്ട് അറിയാം നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ശിംശോനെ വീഴ്ത്താൻ ദലീല എന്ന് പറയുന്ന ആ ഒരു മുഖാന്തിരത്തെ, ഒരു കാരണത്തെയാണ് പാപം ഉപയോഗിച്ചത്. ശിംശോൻ്റെ ഉള്ളത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ നിർബന്ധിച്ച് ശിംശോൻ വീണുപോയതോടുകൂടി ശക്തി നഷ്ടപ്പെട്ടു, തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ടു, ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഒരടിമയെ പോലെ തന്നെ കൊണ്ടുപോയി. കണ്ടോ? അപ്പം ദലീല വീഴ്ത്തിയെങ്കിലും എത്തിയത് ദാഗോൻ്റെ ക്ഷേത്രത്തിലാണ്.
എന്തു മനസ്സിലായി? നമ്മൾ ഈ പിശാചിനെ തിരക്കി അന്വേഷിച്ച് നടക്കുക, എവിടെയാണ്. പക്ഷെ തന്ത്രശാലിയായ പിശാച്, ബുദ്ധിമാനായ പിശാച് പാപത്തിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ആത്മീക മർമ്മമുണ്ട്. എന്താണെന്നറിയാമോ? തൻ്റെ മുടി വീണ്ടും കിളിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മുടി കിളിർത്തു വന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ അങ്ങനെ പോയത് കിളിർക്കാനായിട്ടല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ഗൗരവമായിട്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ കണക്കാക്കും. അപ്പം ശയനമോഹം, ഈ ദുഷ്കാമം, അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അവസരം കിട്ടുമ്പോഴാണ്, പാപത്തിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കും. അതുകൊണ്ടാണ് നിരന്തരമായി ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറയ്ക്കണമെന്ന് പറയുന്നത്. ദൈവവചനത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണമെന്ന് പറയുന്നത്. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുകയും 24 മണിക്കൂറും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തു മനസ്സിലായി? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു അച്ചടക്കത്തിൻ്റെ ജീവിതമാണ്. എത്ര ഗൗരവമായി നമ്മൾ നമ്മളെ സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട മേഖലകളാണ്. കണ്ടോ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താ? മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണമുണ്ടാകും. അപ്പം ഈ മോഹമാണ് എന്തു ചെയ്യുന്നത്? ഈ പാപത്തെ ഗർഭം ധരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്റ്റിലേക്ക് പോകുന്നത്, നമ്മുടെ ആ ഒരു നോട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്ത. അപ്പം ശയന മോഹങ്ങൾ ഇല്ലേ? ശയനമോഹങ്ങൾ, സെൻസുവാലിറ്റി, ദുർമോഹങ്ങൾ, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഈ ഒരു ദുർമോഹം നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് ഒന്നാമത്തേത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള പ്രതിവിധി ശ്രദ്ധിച്ച് കേൾക്കുക. 1, നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ നന്നായി അറിയുക. അതാണ് ഇല്ലേ? ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണമെന്ന് പറഞ്ഞതുപോലെ, നോ അവർ വീക്ക്നെസ്. ഞാൻ എൻ്റെ വീക്ക്നെസ് അറിയണം. എവിടെയാണ് ഞാൻ? അത് മറ്റാർക്കും അറിയില്ല. ദൈവത്തിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം, പിശാചിനും അറിയാം, നമുക്കും അറിയാം. അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കുക. നമ്മുടെ നാവിനാണോ കുഴപ്പം? നമ്മുടെ ഹൃദയത്തിലെ ജഡികമായ ചിന്തകളാണോ? അഭിലാഷങ്ങളാണോ? ഈ ലൈംഗികമായ സ്വപ്നങ്ങളുടെ പിന്നിൽ പോലും ക്രമീകരിക്കാത്ത പാപങ്ങളും, അതുപോലെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള ആസക്തികളുമാണ്. അതൊരു പൈശാചിക മേഖല തന്നെയാണ്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇത് ആരുടെയെങ്കിലും ഉള്ളിലേക്കൊന്ന് കയറട്ടെ. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കുഴപ്പം നമ്മുടെ ഉള്ളിലാണ്. ശരിക്കും ആന്തരികമായ ഒരു രൂപാന്തരം നമ്മളിൽ ഉണ്ടാക്കണം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുന്ന ഒരാൾ, ഞാൻ സാധാരണ പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് തന്നെയാണ്. കർത്താവിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവവചനത്താൽ ഇങ്ങനെയുള്ള ദൈവവചന ശുശ്രൂഷകളിലൂടെ നമ്മളിതിനെ റിയലൈസ് ചെയ്യുക. കണ്ടോ? അപ്പം ശയനമോഹങ്ങൾ ഏത് തരത്തിലുള്ള മോഹവുമാകാം. പ്രത്യേകിച്ച് നമ്മൾ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ ദൈവ കൂട്ടായ്മകൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തലപൊക്കാൻ സാധ്യതയുള്ള പാപപ്രവൃത്തികൾ. പാപത്തിന് അവസരം കൊടുത്താൽ അത് തലപൊക്കും. അവസരം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കതിനെ ജയിക്കാനായിട്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് ജയിക്കാനായിട്ട് പറ്റുന്നത്? റോമാലേഖനം 5, 6, 7 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവമനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ സ്തോത്രമെന്നാണ്. അപ്പം ദൈവ വചനത്തെ ഹൃദയപൂർവ്വം കൈക്കൊള്ളണം. വെറുതെ ചെവി കൊണ്ട് കേട്ടിട്ട് കാര്യമില്ല. എൻ്റെ വീക്ക്നെസ് എവിടെയാണ് ഞാൻ പാപത്തിലേക്ക് ആകൃഷ്ടനാകുന്നത്? ഏത് മേഖലയിലാണ് ഞാൻ വീണിരിക്കുന്നത്? എവിടെയാണ്? കാരണം എൻ്റെ ജീവിതം എൻ്റെ സ്വന്തം ജീവിതം മാത്രമാണ്. അപ്പം അതിൻ്റെ അകത്താണ് എനിക്ക് അധികാരമുള്ളത്. ദൈവം അതിനെ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഇല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ താല്പര്യങ്ങളെയും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇച്ഛാശക്തി, ഫ്രീ വിൽ, അതിനെ ഒരിക്കലും ദൈവം തൻ്റെ ആധിപത്യം ആ ഇച്ഛാശക്തിയിൽ സ്ഥാപിക്കാറില്ല. അപ്പം
എൻ്റെ ഇച്ഛാശക്തിക്കപ്പുറത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ എവിടെയാണ്, ഏത് മേഖലയിലാണ് ഞാൻ വീണിരിക്കുന്നത്? ശയനമോഹങ്ങൾ നമ്മൾ അറിയാതെ ഈ പുതിയ നിയമ വിശ്വാസികളുടെ ജീവിതത്തിൽ പോലും തുടർന്നു പോരുന്ന പാപങ്ങളിൽ ഒന്നാണ് ഈ ശയനമോഹം, ദുഷ്കാമം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ദുഷ്കാമത്തിൻ്റെ പ്രവൃത്തി, സെൻഷ്വാലിറ്റി, അപ്പം ഇത് നമ്മളറിയാതെ നമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പുറത്തൊരു മനുഷ്യനും അറിയത്തില്ല എന്നുള്ളതാണ്. പക്ഷെ മോശ പറഞ്ഞതുപോലെ ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ നിൻ്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. നമ്മളിതിനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, നമ്മളിതിനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ദുഃഖത്തോടെ ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളെക്കുറിച്ച് ഓർത്ത് വേദനപ്പെട്ട് നമ്മളതിന് അനുവാദം കൊടുത്ത്, മൗനസമ്മതം കൊടുത്ത് നമ്മളിതിൽ ആനന്ദം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മിൽ നിന്നൊരല്പം മാറി നിൽക്കും. അതായത് നമ്മൾ തിരിച്ചറിഞ്ഞു, എനിക്ക് ആ ഒരു മേഖലയിലാണ് ഞാൻ വീക്കെന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളത് മനസ്സിലാക്കുന്നു, അതിനെ തിരിച്ചറിയുന്നു, ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ കൊടുക്കുന്നു. കർത്താവേ, ഈ ഒരു വിഷയത്തിലാണ് ഞാൻ വീണ് കിടക്കുന്നത്, എനിക്ക് രക്ഷപ്പെടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവിടുന്ന് നമുക്ക് തരുന്നത് ദൈവകൃപയാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. മൂന്നാമത്തേത് അസൂയ, പിണക്കം. അസൂയ, മറ്റുള്ളവൻ്റെ നന്മയിൽ സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. പിണക്കം, മിണ്ടാതെ ഇരിക്കുക, പിണങ്ങാതെ ഇരിക്കുക, കണ്ടാൽ മാറിപ്പോവുക, ക്ഷമിക്കാൻ പറ്റുന്നില്ല, പിണക്കം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യ ജീവിതത്തിലെ പാപങ്ങളാണ്. ഇത് നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തും. തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്, അല്ലെ ചാക്കിട്ട് മൂടുന്നത് പോലെയാണ്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉയരാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ ജയിക്കേണ്ടുന്നത് അതവിടെ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ. റോമലേഖനം 6-ാം അധ്യായം മുഴുവനും സ്നാനത്തെക്കുറിച്ചാണ്. 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ സ്നാനത്തിൽ ധരിക്കുന്നു എന്നുള്ളതല്ല, സ്നാനത്തിൽ ജലകല്ലറയിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പിന്നെയും ധരിക്കണമെന്ന് പറയുന്നേ? ആകെ കൺഫ്യൂഷനായില്ലേ? മൊത്തത്തിൽ കുഴപ്പമായി. അല്ല, ഒന്നും കൺഫ്യൂഷനൊന്നുമില്ല, സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. സ്നാനത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിച്ച് മരണത്തോട് അനുരൂപരായെങ്കിൽ പുനരുത്ഥാനത്തോട് അനുരൂപർ. പക്ഷെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിനെ ധരിക്കണം. ധരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? നമ്മൾ നമ്മുടെ നഗ്നത മറയ്ക്കുമാറ് വസ്ത്രങ്ങൾ ധരിച്ച് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ധരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളിലേക്ക് ദൈവവചനത്തെ ഹൃദയത്തിൽ കൈക്കൊണ്ട് നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ ശരീരഭാഗങ്ങൾ അതായത് കുറച്ച് ഭാഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവരുടെല്ലാം ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഞാൻ എന്നെ കവർ ചെയ്തിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകി ക്രിസ്തുവിനെ ധരിക്കുക. ഇത് ഓരോരുത്തരും ചെയ്യണം. 2, ധരിക്കുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മോഹങ്ങൾ ജനിക്കുമാറ് പാപത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഈ ഒരു വാക്യം ടൈം കുറയുന്നത് കൊണ്ട് അടുത്ത അവസരങ്ങളിൽ ദൈവം തരുമ്പോൾ ചിന്തിക്കാം. പാപത്തെ തരണം ചെയ്ത് അല്ലെങ്കിൽ ജയിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, മോഹങ്ങൾ ജനിക്കുമാറ് നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുക. എങ്ങനെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കും? ദൈവവചനത്തെ ഹൃദയത്തിൻ്റെ അകത്ത് കരുതുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിച്ചു തരേണ്ടുന്ന ആവശ്യമില്ല. അതായത് ഈ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ
ഈ പാപ ചിന്തകൾ ഉയർന്നു വരാതെ നമുക്ക് ജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പാപത്തിൻ്റെ വാതിലുകൾ, രഹസ്യ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം ദൈവകൃപയിൽ അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ഞങ്ങളെ വിശുദ്ധിയിലും ദൈവകൃപയിലും കാത്തു പരിപാലിക്കണമേ. ദൈവിക വിശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളയുന്ന യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലൊക്കെ വലിയ ദൈവകൃപ വ്യാപരിപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനവരെ സഹായിക്കണം, ദൈവകൃപയിൽ കാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു.